ചൂട് കൂടുന്നു. പഴം വിപണിയിൽ ഇനി തണ്ണീർമത്തൻ ദിനങ്ങൾ. തണ്ണീർമത്തന് ആവശ്യക്കാർ ഏറിയതോടെ വിലയും വർദ്ധിച്ചു. ദിവസവും ലോഡ് കണക്കിനാണ് തണ്ണീർമത്തൻ ഹൈറേഞ്ചിൽ വിറ്റഴിക്കപ്പെടുന്നത്. വേനൽ ചൂടിന് ശക്തിയാർജിച്ചതോടെ കടകളിൽ തണ്ണിമത്തൻ ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. നാരങ്ങ വെള്ളത്തിനു പിന്നാലെ വിപണിയിൽ തണ്ണിമത്തിന് പ്രിയമേറുകയാണ്. ശനിമാസം അവസാനിച്ച് മകരമാസത്തിലേക്ക് കടക്കുമ്പോൾ പൊതുവെ തണുത്ത കാലാവസ്ഥയാണ് ഉണ്ടാകാറുള്ളതെങ്കിലും കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം തുലാം വൃശ്ചിക മാസത്തിൽ ലഭിക്കാതെ പോയ മഴയും കാരണം നേരത്തെ ഉണ്ടായിരുന്ന കാലാവസ്ഥ വിലയിരുത്തലുകളൊക്കെ മാറിമറിഞ്ഞു. രാവിലെ 10 മണി വരെ ഇപ്പോൾ ശൈത്യ കാലാവസ്ഥയാണ്. തുടർന്ന് 11 മണിയോടെ ചൂട് കടന്നു വരുന്നു. ഇതോടെ ജനങ്ങൾ ദാഹിച്ചു വലയും. പിന്നീട് തണ്ണിമത്തൻ ജ്യൂസിനെയാണ് അഭയം പ്രാപിക്കുന്നത്. ഇത് കണ്ട് തെരുവോരങ്ങളിലൊക്കെ തണ്ണിമത്തൻ ദിനങ്ങൾ യാത്രക്കാരെ വരവേൽക്കാൻ തുടങ്ങി. കഴിഞ്ഞയാഴ്ച വരെ കിലോയ്ക്ക് 24 രൂപയിൽ വിറ്റിരുന്ന തണ്ണിമത്തൻ ഇന്ന് 33 രൂപ വരെ വില ഉയർന്നു. വിൽപ്പന വർദ്ധിച്ചതോടെ മൊത്ത വ്യാപാരികൾ ഇനിയും വില ഉയർത്താനും സാധ്യതയുണ്ട്. തണ്ണിമത്തന്റെ വരവും കൂടി തണ്ണിമത്തന്റെ വരവും കുറവുണ്ട്. ഇപ്പോൾ 2.5 കിലോ 100, 3 കിലോ 100, 2 കിലോ 100, 3-4 ഐറ്റങ്ങളുണ്ട്. അകമഞ്ഞുണ്ട്, പുറമഞ്ഞുണ്ട്, അകം ചുമലയുണ്ട്, പിന്നെ വരയും തണ്ണിമത്തനുണ്ട്. അങ്ങനെ 4 ഐറ്റം. അവശ്യ സാധനങ്ങൾക്കും പഴപ്പച്ചക്കറികൾക്കും എന്നും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന കേരളത്തിന് ഇനി അന്യ സംസ്ഥാനത്തെ മൊത്ത വിൽപ്പനക്കാർ പറയുന്നതാണ് തണ്ണിമത്തിന്റെയും വില. ഇതിനായി മൊത്ത വിൽപ്പനക്കാർ വില കൂട്ടാൻ തക്കം പാർത്ത് നിൽക്കുന്നുമുണ്ട്. തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് തണ്ണിമത്തൻ എത്തുന്നത്. 3 തരം തണ്ണിമത്തനാണ് വിപണിയെ കീഴടക്കിയിരിക്കുന്നത്. ചൂടിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ല പ്രതിവിധിയായതിനാൽ ഓരോ ദിവസവും ലോഡ് കണക്കിന് തണ്ണിമത്തനാണ് അതിർത്തി കടന്നെത്തി ഇവിടെ വിറ്റഴിക്കപ്പെടുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.